ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗീവ് അവേ ഡീറ്റെയിൽസും കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു 3 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, അതുപോലെ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പട്ട മാത്രം പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിനൊരു ജസ്റ്റ് ഒരു പച്ചമണം മാറാനായിട്ട് മാത്രം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട്, ആദ്യം ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് നുള്ളിയെടുക്കാം. അല്ല ഒരുപാടൊന്ന് അരച്ചെടുക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏകദേശം 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 3-4 വിസിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊന്നും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു നമ്മളൊരു ഫില്ലിങ് അല്ലെങ്കിൽ ഒരു കൂട്ട് ചെയ്യുമ്പോൾ ഇതിന് വെള്ളം ചേർക്കുകയും ചെയ്യരുത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഉരുട്ടിയിടുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഈ ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ അത് നിന്ന് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഓൾറെഡി ഇതെല്ലാം കുക്ക് ചെയ്തതായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ മാത്രം ചെയ്യുക. കാരണം നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് അടുക്കി പിടിച്ചാൽ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെക്കുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ആ ഒരു നനവുണ്ടല്ലോ, നമ്മൾ അടച്ച് വെക്കുമ്പോൾ ആവിയുടെയൊക്കെ ഇതുകൊണ്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത്രയും മതി. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ രീതിയിൽ ഫോൾഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ 4 പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ എത്രത്തോളം മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഈ ഒരു രീതിയിൽ 15 സമൂസ ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുടഞ്ഞിടുക. അപ്പോൾ എല്ലാത്തിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ബ്രെഡ് പൊടിച്ചത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഈ സമയമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ലാസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനിവിടെ ഒരു ഉന്നക്കായയുടെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ എടുക്കാം. ഷേപ്പിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഉരുട്ടി അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ എല്ലാം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുക്കി പൊരിക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 മുട്ട ബീറ്റ് ചെയ്തിട്ടും എടുക്കാം. ഞാനിവിടെ സാധാരണ മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഈ ഒരു മൈദയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു നമ്മൾ ആ ഒരു സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അതിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഷേപ്പാക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് പറയാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും വീഡിയോയ്ക്ക് ചെയ്യുക. പിന്നെ ഡെയിലി 1 മണിക്കാണ് നമ്മൾ ഈ ഒരു സമയം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ 100 കമൻറ്റ്സിൽ നിന്നാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ 1 മണിയാകുമ്പോൾ വന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റോൾ ചെയ്ത് ആ ഒരു സമൂസ ഷീറ്റിലൊക്കെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനൊന്നും ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരു സ്റ്റെപ്പിൽ 3 എണ്ണം ഇട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം വേണ്ട, നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി വരുന്ന എണ്ണ നമുക്ക് കളയേണ്ടി വരില്ലേ. അപ്പോൾ ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. അത്യാവശ്യം എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയം കിടന്നതിൽ എണ്ണ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഗോൾഡൻ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുള്ള സാധാരണ ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി സമൂസ ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum.